നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എൻ്റെ ക്ലയൻ്റ് ആയിട്ടില്ല, ഇതൊരു ഡൽഹി ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അപ്പം അതും അവരെ മാർക്കറ്റ് എന്ന് പറയുന്നത് യു എസ് എ ആണ്. അപ്പോൾ യു എസ് എയിലെ ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ പോലും ഈ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ക്യാമ്പയിൻസ്, പി മാക്സ് ക്യാമ്പയിൻസ് ഒക്കെ പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഇന്ന് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് യു എസ് ആണ്. അപ്പോൾ ഇവരെ ക്ലിക്കിനൊക്കെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും, CPC വളരെ കൂടുതലാണ്. അപ്പോൾ ഇവരെ പ്രോബ്ലം, ഇവർ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ CPC എത്രയാണ് അവരെ കീവേഡുകൾക്ക് എന്ന് വരുന്നതിനെ കുറിച്ച് ഇവർക്ക് ഐഡിയ ഇല്ല. എന്താണ് CPC എന്ന് ഐഡിയ ഇല്ല. ആവറേജ് CPC ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയില്ല ഇവരെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6000 പെർ ഡേ ആണ്. ഇതിന് എത്ര ക്ലിക്ക് കിട്ടും എന്നുള്ളതിന് ഇവർക്ക് യാതൊരു ധാരണയില്ല. ഇനി അങ്ങനെ ഒരു 100 ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് പറയാം ഒരു 2% കൺവേർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 100 ക്ലിക്കിന് നിങ്ങൾക്ക് 2 കൺവേർഷൻ. അപ്പം CPC അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു 100 ക്ലിക്കിന് നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടി വരും, എത്ര ബഡ്ജറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരിക, നിങ്ങൾക്ക് അത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലീഡ് കിട്ടും എന്നുള്ളൊരു അടിസ്ഥാന ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇല്ലാതെയാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ അക്കൗണ്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെ പ്രോബ്ലം എന്താണെന്നുള്ളത്. കാരണം ഇവരൊരു പി മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് 1500 ആണ് ഇവരെ ബഡ്ജറ്റ്. ഇനി നോക്കാം, ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലേ 32.98 ആണ്. വെച്ചാൽ ഒരു ക്ലിക്കിന് പി മാക്സ് കൊടുക്കുന്നത് 32.98 രൂപയാണ്. അതിൽ നിന്ന് വളരെ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും CPC വളരെ കുറവാണ്. കാരണം ഇവരൊരു യു എസ് നിന്ന് ഒരു ക്ലയൻറ്റിനെ അക്വയർ ചെയ്യുമ്പം എത്രയായിരിക്കണം CPC എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഹയർ ആയിരിക്കും. അപ്പോൾ 32.98 വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരെ ഓഡിയൻസ് ടാർഗറ്റിംഗ് ഈസ് വെരി വെരി ലോ ഇൻറ്റൻറ്റ് ഓഡിയൻസിനാണ്, വളരെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ്. അതും വളരെ ഇൻഫീരിയർ പ്ലേസ്മെൻറ്റ്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഡിസ്പ്ലേ നെറ്റ്വർക്കിലാണ് പി മാക്സ് റൺ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ പി മാക്സ് ക്യാമ്പയിൻ എല്ലാ നെറ്റ്വർക്കിലും റൺ ചെയ്യാൻ പറ്റും. സെർച്ച് നെറ്റ്വർക്കിൽ റൺ ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ റൺ ചെയ്യും, ഡിസ്കവറിയിൽ, Gmail ഒക്കെ പോകും. അതിൽ ഏറ്റവും ലോ ക്വാളിറ്റി ട്രാഫിക് വരുന്ന സ്ഥലമാണ് ഡിസ്പ്ലേ നെറ്റ്വർക്ക്. ഈ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്ന ഡിസ്പ്ലേ നെറ്റ്വർക്കിലാണ്. അതിന് CPC വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഇവരെ റൈറ്റ് ഓഡിയൻസിലല്ല ഇത് റൺ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ഈ ഒരു വൈറ്റ് ലേബൽ SEO സെർച്ച് US എന്നുള്ളൊരു ക്യാമ്പയിനിലേക്ക് പോയിട്ട് ഏതൊക്കെയാണ് അവരെ കീവേഡ് നോക്കാം. നമുക്കൊരു ജസ്റ്റ് ഒരു കീവേഡ് എടുത്ത് നോക്കാം. ഈ ഒരു കീവേഡ് എടുത്തു, ബിസിനസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇതൊരു കീവേഡാണ് വരെ. അപ്പോൾ നമുക്ക് നേരെ ടൂൾസിൽ പോയിട്ട് കീവേഡ് പ്ലാനറിൽ പോയിട്ട് നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. ഇത് ആദ്യം ഇത് ആദ്യം നമുക്ക് ലൊക്കേഷൻ മാറ്റാം. ഇന്ത്യ അല്ല, US ആണ്. ഓക്കെ, ബിസിനസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ക്ലിക്ക്, ഈ ഒരു കീവേഡ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിങ്ങൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് CPC എന്ന് പറയുന്നത് 519 മുതൽ 2533 വരെയാണ് നിങ്ങൾക്ക് CPC റേഞ്ച് പറയുന്നത്. മിനിമം 519 മുതൽ മാക്സിമം 2533 വരെ ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ CPC എന്ന് പറയുന്നത് 519 എന്ന് പറയുന്നത് വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ വരുള്ളൂ. ഏത് കേസുകളിലാണ്? നിങ്ങളെ സെർച്ച് ക്യാമ്പയിൻ നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി തന്നെ ഡിസ്പ്ലേ നെറ്റ്വർക്ക് നിങ്ങൾ ഓൺ ആക്കിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലോ ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടും. പക്ഷേ അതിൽ നിന്ന് കൺവേർഷൻ സാധാരണ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു CPC, ഒരു ആവറേജ് CPC എന്നുള്ള രീതിയിൽ ഇതിൻ്റെ രണ്ടിലും നടുവിൽ നിൽക്കുന്നത് ഒരു 1500 ആയിരിക്കും നിങ്ങൾ CPC ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം വരിക. ഒരു നടു എടുത്താൽ മതി. ഒരു ഇത് ഇങ്ങനെ മിനിമം റേഞ്ചും ടോപ്പ് റേഞ്ചും കാണുമ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ലോങ് ടേമിലൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മിഡിൽ ഒരു 1500 രൂപയൊക്കെ ഒരു ക്ലിക്കിന് വരും. അപ്പോൾ ആ ഒരു എസ്റ്റിമേഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ ക്യാമ്പയിൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇനി നോക്കുക, ഇപ്പോൾ ഒരു CPC 1500 രൂപയാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ട്രാഫിക്കിന്, നിങ്ങൾക്ക് ലീഡ് ജനറേഷന് നിങ്ങൾക്ക് വരേണ്ടത്. നിങ്ങൾക്ക് എവിടുന്നാണ് നിങ്ങൾക്ക് ക്ലിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എത്രയോ ഇരട്ടി കുറവാണ് ഈ ഒരു 32.98 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവർ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റുകളിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 3 ലീഡ് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ലീഡ് എന്തായിരിക്കും? വളരെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡായിരിക്കും. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമാണ്. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് ബിസിനസ് ഓണേഴ്സിനാണ്. ഇത് B2B സെക്ടറിലുള്ള ബിസിനസ്സാണ്. ഹൈ ക്വാളിറ്റി സെർച്ച് ആണ്. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO എന്നൊരാൾ സെർച്ച് ചെയ്യുന്നെങ്കിൽ
അയാൾ ആ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും. അവർക്കത് SEO ആവശ്യമുള്ളത് കൊണ്ടാണ് ആ കമ്പനിയിൽ നിന്നാണ് അയാൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ B2B ആണ്. അപ്പം റവന്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ടോപ്പിൽ, ഏറ്റവും ടോപ്പിൽ കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ബിസിനസ്സിനെ അക്വയർ ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അവർ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഡിസ്പ്ലേ നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും മൂലയിൽ കാണിക്കുമ്പം അത് കറക്റ്റായിട്ട് ഉള്ള ഒരു പ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അവരത് ശ്രദ്ധിക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ബിസിനസ് ഒരു ഇതിൽ ചെയ്യുന്ന സമയത്ത് അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അതിൻ്റെ ടോപ്പിലാണ് കാണിക്കേണ്ടത്. ഇവരിവിടെ കാണിക്കുന്നത് ഡിസ്പ്ലേ നെറ്റ്വർക്കിലാണ്. അവർ സെർച്ച് ചെയ്ത് ചിലപ്പം കഴിഞ്ഞ് ബിസിനസ് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ PMAX ക്യാമ്പയിൻ പോലുള്ളത് ഡിസ്പ്ലേ നെറ്റ്വർക്കിലേക്ക് കാണിക്കാൻ തുടങ്ങുക തന്നെ. അതിൻ്റെ ഒരു വേറൊരു വശമാണ്. എന്തായാലും ഇത്രയും ലോ CPC വരുന്നത് തന്നെ ഇറ്റ്സ് എ റോങ് ഇൻഡിക്കേഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇത്. ഇനി നമുക്കറിയാം അടുത്തത്. ഇതും ഇതേപോലെ തന്നെ 1500 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു സെർച്ച് ക്യാമ്പയിനാണ്. ഈ സിമ്പിൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇത് ഇവർക്ക് കിട്ടുന്ന CPC വളരെ കുറവാണ്. അപ്പോൾ ദർ ഈസ് സംതിങ് മിസ്റ്റേക്ക്. എന്തുകൊണ്ടാണ് ഇവർക്ക് CPC വളരെ കുറവാകുന്നുള്ള കാരണം എന്ത്? ഇത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ യൂസ് ചെയ്യുന്ന ബിഡിങ് സ്ട്രാറ്റജി മാക്സിമൈസ് ക്ലിക്സ് ആണ്. അത് തന്നെ അതിനൊരു മാക്സിമം ബിഡ് ക്യാപ്പ് ഇട്ടുണ്ട് 689. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാക്സിമൈസ് ക്ലിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഓൾറെഡി മാക്സിമൈസ് ക്ലിക്ക് ബിഡിങ് സ്ട്രാറ്റജിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. മാക്സിമൈസ് ക്ലിക്സ് എന്ന് പറയുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏറ്റവും ലോവസ്റ്റ് CPC ഉള്ള ആളുകൾ വെച്ചിട്ടാണ് ക്യാമ്പയിൻ തുടങ്ങുന്നത്. അത് വളരെ ടോപ്പ് ഓഫ് ഫണലാണ്. വളരെ റിസർച്ച് ഫേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതും ടോപ്പ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. നിങ്ങളെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിലെ ബിലോ പ്ലേസിലൊക്കെ ആയിരിക്കും ഈ ആഡ് കാണിക്കാം. അപ്പോൾ ഇവർ ഈ ഒരു മാക്സിമൈസ് ക്ലിക്ക് എന്ന് പറയുന്നത് ക്ലിക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലിക്കിന് ശേഷം കൺവേർഷൻ എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു ബിഡിങ് സ്ട്രാറ്റജിയാണ് മാക്സിമൈസ് ക്ലിക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്ഥാപനം, ഒരു ബിസിനസ് ഗോൾ വെച്ചിട്ടുള്ള ഒരു ബിസിനസ്സിന് ഒരിക്കലും നമ്മൾ മാക്സിമൈസ് ക്ലിക്ക് സജസ്റ്റബിളേ അല്ല. ഇവിടെ എപ്പോഴും നമുക്ക് എന്ത് വേണം? ലീഡ്സ് കിട്ടണം. ലീഡ്സ് കിട്ടണമെങ്കിൽ നമ്മൾ അത് ബിസിനസ് സ്ഥാപനം അത് സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ കാണിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അവരെ അട്രാക്റ്റ് ചെയ്യാനോ അവരെ ആകർഷിക്കാനോ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവരെ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് ക്ലിക്ക് പോലുള്ള ബിഡിങ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് വളരെ ലോ ആയിട്ടുള്ള CPCക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഒരുപാട് ക്ലിക്ക് കിട്ടുന്നുണ്ട്, ലോ ക്വാളിറ്റി ലീഡ്സ് വരുന്നുണ്ട്, ആരും കൺവേർഷൻ വരുന്നുണ്ട്. 114 ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്, 23 ക്ലിക്കുകളൊക്കെ വരുന്നുണ്ട്. അതും പലതും റെലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളുമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളെ ക്യാമ്പയിൻ തുടങ്ങുന്ന ഘട്ടത്തിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ CPC ഒരു ആവറേജ് CPC ആ റേഞ്ചിലുള്ള CPC ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആവറേജ് CPC നിങ്ങൾ നോക്കുക. ഒരു ആവറേജ് 2 to 3 കൺവേർഷൻ റേറ്റിൽ നിങ്ങൾക്ക് എത്ര ലീഡ് കിട്ടും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 20-25 ക്ലിക്കെങ്കിലും ഡെയിലി കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങളെ ബഡ്ജറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇനി ഞാനിപ്പോൾ ഇവർക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്താ വെച്ചാൽ മാനുവൽ ബിഡിങ് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങാനാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അക്കൗണ്ട് ഒന്ന് പ്രോപ്പറായിട്ടുള്ള ഡാറ്റ വന്നതിന് ശേഷം നമുക്കത് മാക്സിമൈസ് കൺവേർഷനിലേക്ക് മാറ്റാം. ഈ ഒരു സജഷനാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അവർക്കുള്ള ഇതിനുള്ള സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് ഞാൻ മാനുവൽ ബിഡിങ് വെച്ച് തുടങ്ങാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കീവേഡുകൾക്കൊക്കെ പ്രധാനപ്പെട്ട കീവേഡുകൾക്കൊക്കെ സെർച്ച് വോളിയം വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ടോപ്പ് പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് മാനുവൽ CPC ആണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് മാനുവൽ CPC സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാനുവൽ CPC സജസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇവരുടെ B2B സെക്ടറിലായതുകൊണ്ടും അവരുടെ സെർച്ച് വോളിയം കുറവായതുകൊണ്ടും മാത്രമാണ് മാനുവൽ CPC ഇനീഷ്യലി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 100 ക്ലിക്സിന് ശേഷം നമ്മളതെന്ത് ചെയ്യും? മാക്സിമൈസ് കൺവേർഷനിലേക്ക് മാറ്റും. ആ സമയത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇഫ് നിങ്ങളെ കീവേഡുകൾ സെർച്ച് വോളിയം കുറവാണ്, നിങ്ങളൊരു B2B സെക്ടറിലുള്ള ബിസിനസ് ആണ് എങ്കിൽ നിങ്ങൾക്കിത് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഓൾ. സെഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.